കണ്ണൂരിന്റെ കായിക കുതിപ്പിന് കരുത്താകാൻ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുങ്ങുന്നു. സിന്തറ്റിക് ട്രാക്കിന്റെയും ഫുട്ബോൾ മൈതാനത്തിന്റെയും നിർമ്മാണ പ്രവൃത്തി ജനുവരിയിൽ പൂർത്തീകരിക്കും. സിന്തറ്റിക് ട്രാക്കിൽ 4.5 സെന്റിമീറ്റർ കനത്തിൽ ബിറ്റുമിൻ മെക്കാഡവും 2.5 സെന്റിമീറ്റർ കനത്തിൽ ബിറ്റുമിൻ കോൺക്രീറ്റും നടത്തി. 1.5 സെന്റിമീറ്റർ കനത്തിൽ റബ്ബർ, പോളിയുറത്തൈൻ എന്നിവയുടെ മിശ്രിതം പാകി. ഫുട്ബോൾ ഗ്രൗണ്ടിന് 105 മീറ്റർ നീളവും 68 മീറ്റർ വീതിയുമുണ്ട്. മൈതാനത്ത് പ്രത്യേക ജിയോ ടെക്സ്റ്റൈൽ വിരിച്ചു. ജിയോ ടെക്സ്റ്റൈലിന്റെ മുകളിൽ 10 സെന്റിമീറ്റർ കനത്തിൽ മണലും ചകിരിച്ചോറും അടങ്ങിയ മിശ്രിതം നിറയ്ക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബർമുഡ ഗ്രാസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇനി ബാക്കി. ഫുട്ബോൾ മൈതാനത്തിൽ ഡ്രെയിനേജ് നിർമ്മാണം പൂർത്തീകരിച്ചു. പോലീസ് മൈതാനത്ത് ഇൻഡോർ കോർട്ട് നിർമ്മാണവും തുടങ്ങി. ഇവിടെ ബാഡ്മിന്റൺ, വോളിബോൾ എന്നിവ പരിശീലിക്കാം. പദ്ധതിക്ക് 1.42 കോടി രൂപ ചിലവ് വരും. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് ഗ്രൗണ്ടിലും ബ്രണ്ണൻ കോളേജ് ഗ്രൗണ്ടിലും തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുമാണ് ജില്ലയിൽ സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. 7.57 കോടി ചിലവിൽ കേരള പോലീസ് സ്പോർട്സ് ആൻഡ് യൂത്ത് വെൽഫെയർ സൊസൈറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ മൈതാനവും നിർമ്മിക്കുന്നത്. കണ്ണൂരിലെ പ്രധാന കായിക മത്സരങ്ങൾക്കെല്ലാം വേദിയാകാറുള്ളത് പോലീസ് പരേഡ് ഗ്രൗണ്ടാണ്. കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ അത്ലറ്റുകളും ഫുട്ബോൾ താരങ്ങളും വർഷങ്ങളായി ഇവിടെയാണ് പരിശീലനം നടത്തുന്നത്. കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഗ്രേറ്റ് സ്പോർട്സ് എന്ന സ്ഥാപനത്തിനാണ് നിർമ്മാണ ചുമതല. സംസ്ഥാനത്ത് പോലീസ് വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി. എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Golden Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.